തന്നെയാണ്, സ്ത്രീ തന്നെയാണ് സ്ത്രീക്ക് സുരക്ഷ ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് സംഘടനകളും ആൾക്കാരും അല്ല സുരക്ഷ ഉണ്ടാക്കേണ്ടത്. ഞാൻ വിചാരിക്കണം, ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ മനസ്സിലാണ് എനിക്ക് തോന്നേണ്ടത്. അല്ലാണ്ട് എത്ര സുരക്ഷ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. പോകുന്നവര് പോവും, മനസ്സിലായോ? അല്ലാതെ അതിനൊന്നും കുറെ സംഘടനയും കുറെ ആൾക്കാരെ കൊണ്ടുവന്നും സ്ത്രീകളെ സുരക്ഷ ഉണ്ടാക്കാൻ എന്താ സംഭവിക്കുന്നത് സിനിമാ ഫീൽഡില്? എന്താ സിനിമാക്കാരൊക്കെ എന്താ അത്ര വൃത്തിയിട്ട ആൾക്കാരോ? മനസ്സിലായി. ഇപ്പൊ ഒരു 10-20 അല്ലെങ്കിൽ 25-30 വർഷങ്ങൾ കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന താരങ്ങൾ, എസ്പെഷ്യലി ഇപ്പൊ ഉർവശി ചേച്ചി പോലെയുള്ള ആൾക്കാർ, അവർ പോലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു 7-8 വർഷം കൊണ്ട് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മള് 4 പേര് നിന്ന് ഒരു ലുങ്കി എടുത്തു വെച്ച് മറിച്ച് ഡ്രസ്സ് മാറേണ്ടി വന്നിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് ഇതൊക്കെ, അതായത് സ്ത്രീകൾക്ക് ഒരു സ്വകാര്യത വേണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു കാരവൻ കൊടുക്കണം. അത് എത്ര ചെറിയ നടിയാണെങ്കിൽ പോലും, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അതൊക്കെ ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് വന്നപ്പോ അതിനൊരു നല്ല വശമില്ലേ ചേച്ചി? അതായത് ഇത് ആദ്യം ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ ഞാൻ തന്നെയാ. കാരവന്റെ കാര്യം, കാരവനിൽ ഇരുന്നിട്ട് AC കൊണ്ട് സൂചിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളെ പ്രതി കാലം മാറിയപ്പോൾ എല്ലായിടത്തും മൊബൈല്, ക്യാമറ, കാര്യങ്ങളൊക്കെയാ. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഏതെങ്കിലും ഒരു വീട്ടിൽ റൂം തരും ഇരിക്കാനും ചേഞ്ച് ചെയ്യാനൊക്കെ. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ടാണ്. കാരണം ഏതിന്റെ ഇടയിലാണ് കുഞ്ഞ് ക്യാമറ വെച്ചേക്കണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഒരു കൊച്ചിനോ ഒരു ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് തോന്നിയ ഒരു ചെറിയൊരു നിമിഷമായിരിക്കും. പക്ഷെ അത് അവന്റെ കയ്യിൽ നിന്ന് പോകുന്ന ലോകം മുഴുവനായിരിക്കും. ഞങ്ങളെ അതുപോലെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലായി പോകും.